ആഡംബര വാഹനക്കടത്ത് കേസിൽ ഭൂട്ടാൻ കസ്റ്റംസ് സംഘം കൊച്ചിയിലേക്ക് വരുന്നു. ഇൻഡോ ഭൂട്ടാൻ കസ്റ്റംസ് സംഘം യോഗം ചേരും. ഈ മാസം 20-ാം തീയതിയാണ് യോഗം. അതിനിടെ ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തിൽ പ്രതിയായ അസമിലെ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ദീപക് പട്ടോവാരിയുടെ ജാമ്യാപേക്ഷ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി തള്ളിക്കളഞ്ഞു എന്ന വാർത്തയുമുണ്ട്. വ്യാജരേഖകൾ ഉണ്ടാക്കി 36 വാഹനങ്ങൾ ഇയാൾ ഇന്ത്യയിലേക്ക് കടത്തി. ഇതാണ് ഇയാൾക്കെതിരെ കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. രാജ്യവ്യാപകമായി തന്നെ ശ്രദ്ധ നേടിയതാണ് ഓപ്പറേഷൻ നുങ്കൂർ. അതായത് ഭൂട്ടാൻ പട്ടാളം ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ അത് നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് കടത്തിയത് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിലേക്കടക്കം എത്തിച്ചു എന്നുള്ളതാണ് കസ്റ്റംസിന്റെ കേസ്. അതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന കസ്റ്റംസ് നടത്തിയിരുന്നു. ചില വാഹനങ്ങൾ 50ഓളം വാഹനങ്ങൾ കേരളത്തിൽ നിന്ന് മാത്രം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഭൂട്ടാനിലും അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇപ്പോൾ ഭൂട്ടാൻ കസ്റ്റംസും ഇന്ത്യയിലെ കസ്റ്റംസും ചേർന്ന് ഒരു സംയുക്ത യോഗത്തിലേക്ക് പോകുകയാണ്. അതിൽ 20-ാം തീയതിയാണ് യോഗം ചേരുക. കൊച്ചിയിലായിരിക്കും യോഗമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ പ്രധാനമായും ചർച്ചയാകുക ഈ നികുതി വെട്ടിപ്പ്, ഈ വാഹനക്കടത്ത് എങ്ങനെ തടയാനാകും എന്നുള്ള വിഷയങ്ങളൊക്കെ ആയിരിക്കും അതിൽ ചർച്ചയാകുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രധാനമായും ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളും യോഗത്തിൽ ഉരുത്തിരിയാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേസുമായി ബന്ധപ്പെട്ട് അസമിലെ DTO ആയിരുന്ന ദീപക് പട്ടോരിക്ക് നിലവിൽ എറണാകുളം സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇയാളോട് മാർച്ച് 12-ാം തീയതി കസ്റ്റംസിന് മുമ്പാകെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇയാൾ എത്തിയിരുന്നില്ല. ആ സാഹചര്യത്തിൽ ജാമ്യം നൽകാനാകില്ല, മുൻകൂർ ജാമ്യം നൽകാനാകില്ല എന്ന നിലപാടാണ് സെഷൻസ് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കസ്റ്റംസിന് മുമ്പിലേക്ക് ഇയാൾ എത്തേണ്ടി വരും. ഇയാളൊരു ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറാണ്. ഇയാളുടെ നേതൃത്വത്തിലാണ് 36ഓളം വാഹനങ്ങൾ അനധികൃതമായി ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടത്തിയതെന്നുള്ളതാണ് കസ്റ്റംസിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് ഇയാളെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും കസ്റ്റംസ് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ നുങ്കൂറുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട നീക്കത്തിലേക്ക് കസ്റ്റംസ് കടക്കുകയാണ്. അതിലൊന്ന് ഈ യോഗമാണ്, മറ്റൊന്ന് ഈ ദീപകിന്റെ ചോദ്യം ചെയ്യലാണ്. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.